നമുക്കിന്ന് മോണ്ടിസോറിയിലെ വളരെ പ്രധാനമായിട്ടുള്ള പോറിംഗ് ആക്ടിവിറ്റി പരിചയപ്പെടാം. പോറിംഗ് ആക്ടിവിറ്റി തന്നെ ഡ്രൈ പോറിങ്ങും വെറ്റ് പോറിങ്ങും ഒക്കെ ഉണ്ട്. അതായത് വെള്ളം വെച്ചിട്ടുള്ള പോറിംഗ് ആകുമ്പോഴാണ് നമ്മൾ വെറ്റ് പോറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് നമുക്കിപ്പോൾ കടല, പരിപ്പ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വെള്ളം വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് വെള്ളം ട്രാൻസ്ഫർ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഫില്ലറും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്പൂണും യൂസ് ചെയ്യാം. അപ്പോൾ ഫില്ലർ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ കൈകൾ, അതായത് വിരലിന്റെ മസിൽസിനും കൂടെ അവിടെ ഒരു സ്ട്രെങ്തനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലതാണ്. അതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ടും ചെയ്യാം. അവർക്ക് കോൺസെൻട്രേഷൻ കൂടാനായിട്ടും സ്പൂണ് ഹെൽപ്പ് ചെയ്യും. അതായത് ആ സ്പൂണിൽ നിന്ന് ഒട്ടും തന്നെ വെള്ളം പോവാതെ അപ്പുറത്തെ ബൗളിലേക്ക് ഒഴിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റും അവരവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം പുറത്തു പോകുമ്പോൾ കുട്ടികളെ നമ്മളത് വെറ്റായിട്ടുള്ള ഏരിയ നമ്മൾ തുടയ്ക്കണം എന്നുള്ളൊരു കൺസെപ്റ്റും അവർക്ക് ഇതിലെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ പല അമ്മമാരും ചോദിക്കാറുണ്ട്, എൻ്റെ മക്കൾ നന്നായിട്ട് പെൻസിൽ പിടിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതെന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത്? നമ്മൾക്ക് ഓൾറെഡി നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഡെയിലി അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്.